എന്നോട് ഓഫീസിൽ പോയി കാര്യങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങാൻ പൂർണിമ ചേച്ചി പറഞ്ഞു. ആണോ? ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാ. അന്ന് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഫീൽ ആയെന്നാ തോന്നുന്നത്. എന്തിന്? ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ദ്രപ്രസ്ഥത്തിൽ ചേച്ചിയെ പോലെ തന്നെ പൃഥ്വിക്ക് അവകാശമുള്ളതല്ലേ. അപ്പൊ പിന്നെ കാര്യങ്ങൾ പൃഥ്വിയോട് നോക്കുന്നതിൽ എന്താ കുഴപ്പം? ചേച്ചിക്ക് അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളൊക്കെ എന്തിനാ ചേച്ചി എങ്ങനെ പേടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാതെ. സ്വന്തം അച്ഛനോടും അമ്മയോടും ഉള്ളതിനേക്കാൾ സ്നേഹവും ബഹുമാനവും പൃഥ്വിക്ക് ചേച്ചിയോടാ. അത് ശരിയാ. എന്റെ കാര്യങ്ങളിൽ മറ്റാരെക്കാളും താല്പര്യം കാണിക്കുന്നതും എനിക്ക് വേണ്ടത് നോക്കി ചെയ്ത് തന്നിരുന്നതും ചേച്ചിയാ. അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാ. അതിന്റെ ഒരു സ്നേഹക്കുറുതിൽ എനിക്ക് ചേച്ചി കൊണ്ടെന്ന് കൂട്ടിക്കോ. തന്നെ പോലും എനിക്ക് സെലക്ട് ചെയ്ത് തന്നതേ പൂർണിമ ചേച്ചിയല്ലേ. അതിന്റെ സ്നേഹം ഞാൻ കാണിക്കണ്ടേ? പിന്നെ വേണ്ടേ? ഏതായാലും ഞാനൊന്ന് വഴക്കുണ്ടാക്കിയത് നന്നായിന്ന് എനിക്ക് തോന്നുന്നേ. അതല്ലേ ഇത്ര പെട്ടെന്ന് പൃഥ്വിയുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായത്? ശരി, സമ്മതിച്ചു. എനിക്ക് ഓഫീസിൽ പോയി ചാനൽ ഏറ്റെടുക്കാൻ അവസരം റെഡിയാക്കി തന്ന എന്റെ പ്രിയതമയ്ക്ക് എന്ത് സമ്മാനാ വേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യോ? ഉറപ്പായിട്ട്. എടോ പറയടോ. എങ്കിലേ എനിക്ക് നമ്മുടെ മുറിയുടെ ഇന്റീരിയർ ഒക്കെ ഒന്ന് മാറ്റി തരണം. ഇപ്പോഴോ? ഇപ്പോഴെന്ന് പറഞ്ഞാ എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പം മതി. തനിക്കെന്താ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് തോന്നാൻ കാരണം? അത് പെട്ടെന്ന് തോന്നിയതൊന്നുമല്ല. ഇപ്പൊ പറയാൻ അവസരം കിട്ടിയപ്പോ പറഞ്ഞേ ഉള്ളൂ. അത് ശരി. എന്നാ വാ ഇവിടെ ഇരിക്കെ. അതെ, എന്റെ മനസ്സില് ചില ഐഡിയകളൊക്കെ ഉണ്ട്. ആ രീതിയില് നമ്മുടെ മുറി ഒന്ന് ഭംഗിയാക്കണം. അതൊക്കെ ഇപ്പോ എങ്ങനെ ചെയ്യാനാടോ? അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? ജിപ്രോക്ക് ഉണ്ടല്ലോ. ജിപ്രോക്കോ? അതെ, ജിപ്രോക്ക് തന്നെ. മുറിയുടെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാക്കി സീലിംഗിലൊക്കെ നല്ല ഡിസൈൻ ഒക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തില് മുറി നല്ല എലഗൻ ലുക്ക് ആക്കാൻ ജിപ്രോക്കിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മതി. പിന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റും, നല്ല ഈട് ഉറപ്പും ഉണ്ടാവും. ആണോ? എന്നാ പിന്നെ ഉടനെ തന്നെ ജിപ്രോക്ക് വെച്ച് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൂം സെറ്റ് ആക്കാം. പോരെ? ധാരാളം മതി. ശരി, അങ്ങനെ ചെയ്യാം. എന്താ കാര്യമായ ആലോചന? നേരത്തെ കിരൺ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആലോചിക്കുന്നത്. റിസോർട്ടിൽ നിന്ന് വന്നയാള് നമ്മൾ പോലീസാണോ എന്ന് സംശയിച്ചു എന്ന് പറഞ്ഞതോടെ ഇവിടെ പലർക്കും നമ്മുടെ മേലുള്ള സംശയം ഇരട്ടിച്ചു കാണും. ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം ചെയ്യാൻ.